viewers, welcome to Eagle Learning App. Yes, അപ്പോൾ നാളത്തെ നമ്മുടെ ബേസിക് സയൻസ് എക്സാമിന് പോകുന്ന മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാതെ നാളത്തെ എക്സാമിന് പോകരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ഇരുന്ന് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? സാച്ചുറേറ്റഡ് സൊല്യൂഷനും സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ തമ്മിലെ ഡിഫറൻസ് എന്താണ്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ മാക്സിമം സൊല്യൂട്ടിനെ അല്ലെങ്കിൽ ലീനത്തെ ഡിസോൾവ് ചെയ്യിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസോൾവ് ചെയ്യിച്ച് കിട്ടുന്ന സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, മാക്സിമം ലീനത്തെ മാക്സിമം സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ, അതായത് റൂം ടെമ്പറേച്ചറിനേക്കാളും ഉയർന്ന താപനിലയിൽ നമ്മൾ മാക്സിമം സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിച്ച് കിട്ടുന്ന സൊല്യൂഷനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ടിലും താപനിലയിലുള്ള അല്ലെങ്കിൽ ടെമ്പറേച്ചറിലെ ഡിഫറൻസ് ആണ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ അറ്റ് റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ആ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിനേക്കാളും ഹയർ ടെമ്പറേച്ചറിലാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സോലുബിലിറ്റി. സോലുബിലിറ്റി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ലീനത്തിന്റെ സ്വഭാവമാണ്. ഓക്കെ, നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് ആണ്. ആൻഡ് രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനിലയാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫൈ ദി ഫോളോയിങ് സബ്സ്റ്റൻസ് ഇൻടു ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. ഓക്കെ, തന്നിരിക്കുന്ന കുറച്ച് സബ്സ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സബ്സ്റ്റൻസിനെ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ എന്നിങ്ങനെ 3 ആയിട്ട് തരംതിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. മഡി വാട്ടർ, ഫോഗ്, മിൽക്ക്, ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. ഇത്രയും സബ്സ്റ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്താലോ? ഫസ്റ്റത്തെ ആൾ ആരാണ്? മഡി വാട്ടർ. മഡി വാട്ടർ എന്തിൽ പെടുന്നതാണ്? സസ്പെൻഷൻ അല്ലേ? ചളിവെള്ളം എന്തിൽ പെടുന്നതാണ്? സസ്പെൻഷനിൽ പെടുന്നതാണ് മഡി വാട്ടർ. ഇനി രണ്ടാമത്തെ ആളാണ് ഫോഗ്, മഞ്ഞ്. മഞ്ഞ് എന്തിൽ പെടുന്നതാണ്? കൊളോയിഡിൽ കേട്ടോ. ഫോഗ് കൊളോയിഡിലാണ്. ഇനി അടുത്തതാണ് മിൽക്ക്. പാലും നമ്മുടെ കൊളോയിഡ് സബ്സ്റ്റൻ്റ് ആണ് കേട്ടോ. പാല് കൊളോയിഡ് ആണ്. ഇനി അടുത്തത് ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ പഞ്ചസാര ലായനി എന്താണ്? ട്രൂ സൊല്യൂഷൻ ആണ് കേട്ടോ. ഷുഗർ സൊല്യൂഷൻ ട്രൂ സൊല്യൂഷൻ ആണ് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എന്താണ്? ട്രൂ സൊല്യൂഷൻ ആണ്. കോപ്പർ സൾഫേറ്റിനെ നമുക്ക് CuSO4 സൊല്യൂഷൻ എന്ന് എഴുതാം. ഓക്കെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? ദാറ്റ്സ് എ ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ലായനിയാണ്. ഇനി അടുത്തതാണ് ആൻഡ് മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. ചോക്ക് പൗഡർ വെള്ളത്തിൽ കലക്കിയത്, വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് വെച്ചത്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ്സ് എ സസ്പെൻഷൻ. ഓക്കെ, ചോക്ക് പൗഡർ പ്ലസ് വാട്ടർ. ചോക്ക് പൗഡർ പ്ലസ് വാട്ടർ ഈസ് എ സസ്പെൻഷൻ. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും ആണ് നമ്മളോട് ക്ലാസിഫൈ ചെയ്തിരിക്കാൻ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾ പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ കൊളോയിഡ്, സസ്പെൻഷൻ ആൻഡ് യഥാർത്ഥ ലായനി, ട്രൂ സൊല്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് നല്ലതുപോലെ പഠിച്ച് അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ പോകാൻ വേണ്ടി. ക്ലിയർ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഹീറ്റഡ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ഈർപ്പരഹിതമായ ഒരു ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്നു. വിച്ച് ഇസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ? ഓർക്കുന്നുണ്ടോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കിയാൽ നമുക്ക് പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ഗ്യാസാ അല്ലേ? ഓക്സിജൻ ഗ്യാസ് ആണ്. എങ്ങനെ മനസ്സിലായി നമുക്ക് ഓക്സിജൻ ഗ്യാസ് ആണ് പുറത്തേക്ക് വന്നതെന്ന്? നമ്മൾ ആ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിന്റെ വായു ഭാഗത്ത് അല്ലേ, അതിന് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വായു ഭാഗത്ത് നമ്മൾ എരിയുന്നൊരു ചന്ദനത്തിരി വെച്ചത് ഓർമ്മയുണ്ടോ? ആ ചന്ദനത്തിരി ആളിക്കത്തിയത് ഓർമ്മയുണ്ടോ? ദാറ്റ്സ് എന്തുകൊണ്ടാണ്? ഓക്സിജൻ ഗ്യാസ് പുറത്തേക്ക് വന്നത് കൊണ്ടാണ്. അതാണ് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ. റൈറ്റ് എ ടെസ്റ്റ് ടു ഐഡന്റിഫൈ ദിസ് ഗ്യാസ്. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ. ഓക്കെ, ടെസ്റ്റ് എഴുതേണ്ടത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാകുന്ന സമയത്ത് നമ്മൾ എന്ത് വെച്ച് കൊടുക്കുക? എരിയുന്ന ചന്ദനത്തിരി വെച്ച് കൊടുക്കുക. ഒബ്സർവേഷൻ എന്തായിരിക്കും? എരിയുന്ന ചന്ദനത്തിരി ആളി കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദി പ്രൊസീജിയർ ഓഫ് എൻ എക്സ്പെരിമെന്റ് ടു ഐഡന്റിഫൈ ദി ഫാക്ടേഴ്സ് വിച്ച് ഫേവർ റസ്റ്റിംഗ്. ഓക്കെ, അതായത് റസ്റ്റിങ്ങിനെ ഫേവർ ചെയ്യുന്ന
ഒരു പ്രൊസീജിയർ എഴുതാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലുള്ള ഒരു ഫിഗർ കണ്ടിട്ടുണ്ടോ? ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, കൊറോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചേ മതിയാകൂ. എസ് എ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കൊറോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫിഗർ ആണ്. ഇതാണ് ശരിക്കും കൊറോഷനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ടെസ്റ്റ് ട്യൂബിൽ ഒരു നനഞ്ഞ പഞ്ഞി പ്ലസ് ഒരു ഇരുമ്പാണി. സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ നീറ്റ് കക്ക കാൽഷ്യം കാർബണേറ്റിനാണ് എടുത്തിരിക്കുന്നത് പ്ലസ് ഇരുമ്പാണി. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കുക, അതിന്റെ വായു ഭാഗത്ത് നമ്മളൊരു കോർക്ക് വെച്ച് ടൈറ്റ് ആയിട്ട് അടച്ചിട്ടുണ്ട്. എന്തിനാണ്? യെസ്, വായു അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്തതാണ് ഒരു ലവണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുത്തു? യെസ്, ആണി ഇട്ട് കൊടുത്തു, അല്ലെ ഇരുമ്പാണി ഇട്ട് കൊടുത്തു, അത്രേ ചെയ്തുള്ളൂ. ആൻഡ് മൂന്നാമത്തത് ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്കാണ് നമ്മൾ ആണി ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ആൻഡ് ഇതിന്റെ ഒബ്സർവേഷൻ എന്താണ്? യെസ്, ഇവന്മാരുടെ മൂന്ന് പേരിലും ഇട്ടുവെച്ചിരിക്കുന്ന ആണി എന്ത് ചെയ്തു മക്കളെ? തുരുമ്പെടുത്തു. എന്നാൽ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ആണി തുരുമ്പെടുത്തോ അല്ലെങ്കിൽ കൊറോഷൻ സംഭവിച്ചോ, ലോഹനാശനം സംഭവിച്ചോ? ഇല്ല. അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ കൊറോഷനെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. യെസ്, എന്താണ്? ലവണം ആൻഡ് pH, അല്ലെ, ആസിഡ് സ്വഭാവമായാലും ആൽക്കലി സ്വഭാവമായാലും pH മറ്റൊരു ഫാക്ടറാണ്. താപനില ആൻഡ് ഇവിടെ നമ്മൾ മോയിസ്ചർ കണ്ടല്ലേ, ഈർപ്പം, ഇതൊക്കെ എന്താണ്? നമ്മുടെ കൊറോഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി കൊറോഷനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ റസ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇവിടെ വൺ മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മെത്തേഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുക? യെസ്, പെയിന്റ് അടിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണയായിട്ട് നോർമൽ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അല്ലേ? യെസ്, എന്തെങ്കിലുമൊക്കെ തുരുമ്പെടുത്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും? അതിന് മുകളിൽ പെയിന്റ് അടിച്ചു കൊടുക്കും. അല്ലെ, ഗാൽവനൈസേഷൻ ചെയ്യാൻ നമുക്ക്. ഓക്കെ, അതായത് എന്താണ്, തുരുമ്പെടുക്കുന്ന ആ ലോഹത്തിന്റെ മേലെ നമുക്ക് ഗാൽവനൈസേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് എന്താണ്, റസ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ വെച്ച് നമുക്ക് അതിനെ കോട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള പല പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി പഠിച്ചു പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം നന്നായിട്ട് എഴുതാം. ആൻഡ് ഇന്നും നാളെ നമുക്ക് ലൈവ് ഉണ്ട്, മാരത്തോൺ ഉണ്ട്. എൻ്റെ മക്കൾ കൃത്യസമയത്ത് മാരത്തോണിൽ ജോയിൻ ചെയ്യുക. ഇന്ന് രാത്രി 7 മണിക്കാണ് നമ്മുടെ മാരത്തോൺ വരുന്നത്. ആൻഡ് നാളെ രാവിലെ 6 മണിക്കുമാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ബൈ.